നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SMCയിലെ രണ്ടാമത്തെ കൺസെപ്റ്റാണ്. അതായത് ഒന്ന് നമ്മൾ ഫ്രാക്റ്റൽ കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ക്ലിയർ ആയിരിക്കുന്നത്. ഫ്രാക്റ്റൽ കൺസെപ്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് സിമ്പിൾ ഒരു ഇമേജിനുള്ളിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഇമേജസ് അല്ലെങ്കിൽ അതായത് മൾട്ടിപ്പിൾ ഇമേജസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഫ്രെയിമാണ്. ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു 15 മിനിറ്റ്സിൽ ഇങ്ങനെ വരുന്ന ചാർട്ടാണെങ്കിൽ അത് 5 മിനിറ്റ്സിലാകുമ്പോൾ അതിൻ്റെ അകത്ത് 3 ക്യാൻഡിൽ കൂടെ ഫോം ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ഡിഫറൻസ് വരും. അപ്പോൾ അതാണ് ഫ്രാക്റ്റൽ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ ഒരേ സാധനം കണ്ട് തന്നെ മൾട്ടിപ്പിൾ നമുക്ക് ട്രേഡേഴ്സിന് ചാർട്ട്സ് പാറ്റേൺസ് ആയാലും അങ്ങനെ വിസിബിൾ ആവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി നമ്മൾ രണ്ടാമത്തത് പറയാൻ പോകുന്നത് മെയിനായിട്ടും സ്ട്രക്ചർ മാപ്പിംഗ് ആണ്. അപ്പോൾ സ്ട്രക്ചർ മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതിനു മുമ്പ് ഏതോ ലെക്ചറിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ് ട്രെൻഡിങ് മാർക്കറ്റാണ് വിചാരിച്ചു. ഇതിൽ ഈ പോയിൻ്റ് എങ്ങനെ മാർക്ക് ചെയ്യും, ഈ പോയിൻറ്റിന് എന്ത് വിളിക്കും, ഈ പോയിൻ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ഈ പോയിൻ്റ് എങ്ങനെയാണ്. കാരണം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ മാപ്പിംഗ് SMC കൺസെപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമുക്ക് ട്രേഡ്സ് എവിടെ നിന്നാണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലിയർ ഈ കൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, സിംപിളി ഒരു ഇമേജസിൽ പോവാം. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രക്ചർ മാപ്പിങ്ങിൽ പറയുന്നത് 3 പോയിൻറ്റ്സാണ് സ്ട്രക്ചർ മാപ്പിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, BOS. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. 2, ചോച്ച്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. 3, IDM, ഇൻഡ്യൂസ്മെൻറ്റ്. ഈ 3 കൺസെപ്റ്റാണ് നമുക്ക് ക്ലിയർ ആവേണ്ടത്. ഈ 3 കൺസെപ്റ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് നമുക്ക് ഇന്നത്തെ ലെക്ചറിൽ കവർ ചെയ്യാം ഈ 3 പോയിൻറ്റ്സും. ഇത് നമുക്ക് ഒരു സിംഗിൾ ഒരു അപ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് റിവേഴ്സായി കാണിക്കുന്ന ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ തന്നെ മിഡിൽ, ടോപ്പ്, സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഈ ലെവൽസിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഞാനിവിടെ ഓരോന്നിനും ഇത് A, ഇത് B, ഇത് C, ഇത് D, E, F, G, H, I, J, K, L, M, N, O. അപ്പോൾ നമ്മൾ ഓരോന്നിനും എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. A to B ഒരു ട്രേഡ് ഒരു ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോവാണ്. B എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, A എന്ന് പറഞ്ഞാൽ ഒരു ലോ ആണ്. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡിങ് മാർക്കറ്റാണ്. അപ് ട്രെൻഡിങ് മാർക്കറ്റാണെന്ന് എങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വെച്ച് നമ്മൾ നോക്കുന്നു. ട്രെൻഡ് ലൈൻ ഓക്കെ, ഇതിന് ട്രെൻഡ് ലൈൻ എന്ന് പറയുമല്ലോ.
നമ്മൾ ലോസിനെ കണക്ട് ചെയ്തു. ഓക്കെ, ലോ കണക്ട് ചെയ്തപ്പോൾ ഇതൊരു അപ് ട്രെൻഡിങ് മാർക്കറ്റാണെന്ന് മനസ്സിലാക്കി. കാരണം നമുക്ക് ഓരോ സിന്ന് ട്രേഡ് എടുക്കാമായിരുന്നു, ഇന്ന് ട്രേഡ് എടുക്കായിരുന്നു, ജിന്ന് ട്രേഡ് എടുക്കായിരുന്നു. കാരണം ക്ലിയർ ആയിട്ടും അതൊരു ട്രെൻഡ് ലൈൻസിനെ സപ്പോർട്ട് ചെയ്താണ് മേലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എ ടു ബി അവിടെ നിന്ന് ഒരു റിട്രേസ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബി ടു സി, ബി സി എന്ന് പറഞ്ഞ ഒരു റിട്രേസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ആ റിട്രേസ്മെൻറ്റ് കഴിഞ്ഞ് ബി എന്ന് പറഞ്ഞ ഒരു ലെവൽ, ഒരു പോയിൻ്റ്, അതായത് പ്രീവിയസ് ഹൈ, അത് ബ്രേക്ക് ചെയ്തിട്ട് ഡി ഫോം ചെയ്യാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് സി എന്ത് ആവും, ഒരു ബി സി പോയിൻ്റ് ഹയർ ലോ എന്ന് പറയും. സി പോയിൻ്റ് നമ്മൾ സി പോയിൻ്റ് നമ്മൾ ഹയർ ലോ എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ അഗെയിൻ ബി യു എസ്, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്ത് ഡി ഒരു ഹയർ ഹൈ ഫോം ചെയ്യാണ്. ആ ഡി ഹയർ ഹൈ ഫോം ചെയ്യുന്ന പോയിൻറ്റ്സിനെ ഡിയെ നമ്മൾ ഹയർ ഹൈ എന്നാണ് വിളിക്കുക. അഗെയിൻ എന്താണ്, അതൊരു ലോ ഫോം ചെയ്യുന്നു. ആ ലോ എപ്പോഴാണ് ഹയർ ലോ ആയിട്ട് കൺഫേം ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ആകുമ്പോൾ അത് അഗെയിൻ ഇവിടെ നെക്സ്റ്റ് ഹയർ ഹൈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു. ഇത് ഏകദേശം ഹയർ ലോ, അഗെയിൻ ഹയർ ഹൈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഹയർ ലോ. ഓക്കെ, ഈ ജെ പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? ജെ പോയിന്റിൽ എഗെയിൻ ഒരു റിട്രേസ്മെൻറ്റ് നടന്നിരിക്കുന്നു. എവിടെ? ഹയർ ഹൈ, അത് എച്ച് എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് മാർക്കറ്റ് ഹയർ ലോയെ ബ്രേക്ക് ചെയ്തില്ല. അതായത് ഈ ഹയർ ലോയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഏത് ഐ പോയിന്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഓൾറെഡി എച്ചിനെ ഹയർ ഹൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അഗെയിൻ ഈ ജെ കെ എന്ത് ചെയ്യുന്നതാണ്, മാർക്കറ്റിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് കണ്ടിന്യൂ ആവുകയാണ്. അതായത് ഓൾറെഡി അപ് ട്രെൻഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഹയർ ലോ, ഇതുവരെ ഹയർ ലോ ബ്രേക്ക് ചെയ്തില്ല. അപ് ട്രെൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇതുവരെ ഹയർ ലോ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹയർ ഹൈ ഇതുവരെ എങ്ങനെ നടന്നുകൊണ്ടിരുന്നത്? മാർക്കറ്റ് ഹയർ ഹൈ ഫോം ചെയ്തുകൊണ്ട് പോവുമായിരുന്നു മാർക്കറ്റ്. ഓക്കെ, ഒന്നും ഹയർ ലോ, ഇതും ഹയർ ലോ. എപ്പോഴാണ് ഹയർ ലോ ആവുന്നത്? ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ. ഇതായിരുന്നു ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സെക്കൻഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഇവിടെ ഹയർ ലോ ആവുന്നു. പിന്നെ ഇത് ഹയർ ഹൈ ഫോം ചെയ്യുന്നു. അഗൈൻ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു. അപ്പോൾ ഇതിന് ഹയർ ലോ ആയിട്ട് കൺഫേം ചെയ്യുന്നു. അഗൈൻ ഇതൊരു ഹയർ ഹൈ ഫോം ചെയ്യുന്നു. ഓക്കെ, പിന്നെ അഗൈൻ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോർമേഷൻ. ഇവിടെ എന്താണ്, ഹയർ ലോ കൺഫേം ആയി. പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? മാർക്കറ്റ് അഗൈൻ ഇവിടുന്ന് ട്രെൻഡ് ചേഞ്ച് ചെയ്യുകയാണെന്ന് വെച്ചോ. അതായത് ഈ ഹയർ ലോയുടെ ഇതുവരെ ഇല്ലാത്ത ഒരു ക്യാരക്ടർ ചേഞ്ച് ആവണം. കാരണം മാർക്കറ്റ് ഒരിക്കലും എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല.
അതായത് മാർക്കറ്റിന് എന്താണ് നമ്മുടെ സ്വഭാവം പോലെ തന്നെ മാർക്കറ്റിൻ്റെ സ്വഭാവം മാർക്കറ്റിന് ചേഞ്ച് ചെയ്യും. ആ മാർക്കറ്റിൻ്റെ സ്വഭാവം ഇതുവരെ അപ് ട്രെൻഡിലായിരുന്നു. ആ അപ് ട്രെൻഡ് എന്താണ് ഒരു ഹയർ ലോ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റിൻ്റെ സ്വഭാവം മാർക്കറ്റ് മാറ്റി. അപ്പോൾ ഓൾറെഡി ഇത് ഹയർ ഹൈ തന്നെയാണ്. പിന്നെ എന്താണ് ഈ പോയിൻ്റ് എന്താവും, ചോച്ച് എന്നറിയും, ക്യാരക്ടർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ഇതിനെ ചോച്ച് എന്ന് പറയും. അപ്പോൾ ഇനിയുള്ള മൂവ്സ് ഒരു പക്ഷേ ചിലപ്പോൾ ഡയറക്റ്റ് അഗെയിൻ ക്യാരക്ടർ ചേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ അഗെയിൻ ചോച്ചാവും. കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്, ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോഴാണെങ്കിൽ, കാരണം BOS എന്ന് പറയുമ്പോൾ സെയിം ട്രെൻഡ് എങ്ങോട്ടാണോ ആ സൈഡിൽ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ സ്ട്രക്ചറിനെ BOS എന്ന് പറയും. ഇപ്പോൾ എന്താണ് ജസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിരിക്കുന്നത്. അഗെയിൻ ഒന്ന് നോക്കണേ. ഇപ്പോൾ ഹയർ ലോ, ഒരു ഫസ്റ്റ് ഹയർ ലോ ബ്രേക്കായി. അപ്പോൾ ഇതിനെ ചോച്ച് എന്നറിയുന്നു, ഈ പോയിന്റിന് ചോച്ച്. അത് ലെഫ്റ്റാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സ്വിങ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് അഗെയിൻ മൂവ് ചെയ്തിട്ട് മാർക്കറ്റ് അഗെയിൻ താഴോട്ട് വരുന്നു. അപ്പോൾ ഇത് സെയിം സ്വഭാവം മാർക്കറ്റ് കണ്ടിന്യൂ ആണ്, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇതെന്താവും, ഹയർ ലോവർ, പിന്നെ പ്രിഫിക്സ് അഗെയിൻ ലോ എന്നുള്ള പ്രിഫിക്സാണ് ആഡ് ആവുക, ലോവർ ഹൈ. ഓക്കെ, ഇതെന്താണ് ലോവർ ലോ. പിന്നെ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇത് ലോവർ ഹൈ ആയത്. ഇത് അഗെയിൻ എന്താണ് ഒരു റിട്രേസ്മെൻറ്റ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അഗെയിൻ മൂവ് ഹൈ. അപ്പോൾ അഗെയിൻ ലോവർ ഹൈ കൺഫേം ആവും. ഇത് ലോവർ ലോ, അഗെയിൻ മൂവ് ചെയ്യുന്നു. ഇത് ലോവർ ലോ, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ ലോവർ ഹൈ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് അഗെയിൻ പോകുന്നു. ഇത് ലോവർ ലോ ആയി കൺസിഡർ ചെയ്യുന്നു. ഈ ലോവർ ലോ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഹയർ ഹൈ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ കറക്റ്റ് കൺഫർമേഷൻ നമ്മൾ പഠിക്കും. അതിനു മുമ്പേ നമ്മളിപ്പോൾ പഠിച്ചത് ലോവർ ഹൈ അല്ലെങ്കിൽ ഹയർ ലോ അല്ലെങ്കിൽ ലോവർ ഹൈ എങ്ങനെയാണ് കൺഫേം ആവുന്നത്. അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കുമ്പോൾ മാത്രമാണ് ഒരു ഹയർ ലോ അല്ലെങ്കിൽ ലോവർ ഹൈ. ഇൻ കേസ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമ്മൾ പ്രിഫിക്സ് L എന്നും ഇൻ കേസ് അപ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ പ്രിഫിക്സ് ഹൈ എന്നാണ് ഫസ്റ്റ് യൂസ് ചെയ്യുക. ഹയർ ഹൈ അല്ലെങ്കിൽ ഹയർ ലോ. ഇൻ കേസ് ദിസ് ഡൗൺ ട്രെൻഡ് ലോവർ ഹൈ അല്ലെങ്കിൽ ലോവർ ലോ. അപ്പോൾ ഇതുവരെയുള്ള ക്ലിയർ അല്ലേ? അപ്പോൾ സെയിം സിനാരിയോ നമ്മൾ അപ് ട്രെൻഡിൽ നോക്കി, ഡൗൺ ട്രെൻഡിൽ നോക്കി. എന്തൊക്കെ ചേഞ്ചസ് വരാം? സെയിം. ഇപ്പോൾ കൺസെപ്റ്റ് ആദ്യം ക്ലിയർ ചെയ്യുക. അതായത് മാർക്കറ്റ് ഇപ്പോൾ അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റാണെങ്കിൽ, അതിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ക്യാരക്ടർ എപ്പോഴാണ് ചേഞ്ച് ആവുക? ലെഫ്റ്റ് ആയിട്ടുള്ള ഈ ലോ എപ്പോഴാണോ ഫസ്റ്റ് ബ്രേക്ക് ആവുന്നത് അപ്പോഴാണ് ഇത് ട്രെൻഡ് ചേഞ്ച് ആവുന്നത്, അപ്പോഴാണ് ഇതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇതിവിടെ ഈ പോയിന്റിന് ചോച്ച് എന്ന് പറയും. എഗെയിൻ ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് എഗെയിൻ ട്രെൻഡ് ചേഞ്ച് ആവും. അപ്പോൾ ഇതിനെ ചോച്ച് എന്ന് പറയും. കാരണം അപ് ട്രെൻഡിലുള്ള മൂവ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ ഡൗൺ ട്രെൻഡ്, ഈ ലെഫ്റ്റ് ഇമ്മീഡിയറ്റ് സ്വിങ്ങിനെ ഹയർ ലോ, അതായത് ഇമ്മീഡിയറ്റ് ഹയർ ലോയെ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ചോച്ച്, അതായത് ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക, അതായത് ട്രെൻഡ് എന്തായാലും ഡൗൺ ട്രെൻഡിലേക്ക് പോകണമെന്ന് ഉള്ള ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. ഇൻ കേസ് അത് കണ്ടിന്യൂ ചെയ്യുന്ന ട്രെൻഡ് ആണെങ്കിൽ അതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നുകൊണ്ട് പോകുന്നു. അതല്ല, ഇവിടുന്ന് പിന്നെ അഗെയിൻ പിന്നെ ഉള്ളത് എന്താണ്, ഈ ഹയർ, ഇത് എന്താണ് നെക്സ്റ്റ് ലോവർ ഹൈ ഇതാണ് അല്ലേ? അപ്പോൾ ഇതാണ് ബ്രേക്ക് എന്നെങ്കിൽ ഇവിടെയാണ് ചോച്ച് സംഭവിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് സെയിം സൈഡിൽ ക്യാരക്ടർ ചേഞ്ച് ആവും. അത് നമ്മൾ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തേ പോകുള്ളൂ. ഇൻ കേസ്
ക്യാരക്ടർ, അതായത് ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ അതിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് സ്വഭാവം മാറിയതാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഒറ്റ സ്വിങ്ങിൽ തന്നെ 2 വട്ടം ക്യാരക്ടർ ചേഞ്ച് ആവാം, മനസ്സിലാവില്ല. അതായത് ഇപ്പോൾ ഒരു സ്വിങ് നടക്കുന്നു, അപ് ട്രെൻഡിൽ പോകുന്നു മാർക്കറ്റ്, ഓക്കെ, അപ് ട്രെൻഡിൽ പോകുന്നു, ഇതാണ് ലോവർ ഹയർ ലോ, മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി, ചോച്ചായി. ഇൻ കേസ് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് മേലെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അഗൈൻ ഇത് ചോച്ചാവും. ഓക്കെ, പിന്നെ അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ, ഇത് ഡൗൺ ട്രെൻഡിലേക്ക് പോകണമെന്നാണ്, അതായത് ഈ ഹയർ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അഗൈൻ അത് മേലോട്ട് പോയി കഴിഞ്ഞാൽ അഗൈൻ ഇതെന്തായി, ഈ പോയിൻ്റ് ഇത് ബ്രേക്ക് ഓഫ് ചോച്ചാവും. ഓക്കെ, ഇതെന്താവും, ഹയർ ലോ ആവും, ഇത് ഹയർ ഹൈ ആവും. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി നോക്കുക, ജസ്റ്റ് ചാർട്ടിൽ ഒരു ഡ്രോയിങ്ങിൽ കൂടി തന്നെ പറയാണ്. അപ്പോൾ ഒരു അപ് ട്രെൻഡിങ് ആണ്, ഒരു അപ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എപ്പോഴാണ് ഫോം ചെയ്യുക, പ്രീവിയസ് ആയി ബ്രേക്ക് ചെയ്യുമ്പോൾ. അതായത് പ്രീവിയസ് ആയി ഇതല്ലേ, അപ് ട്രെൻഡിൽ നമ്മൾ എന്താണ് പ്രിഫിക്സ് ആയിട്ട് വെക്കുക, പ്രിഫിക്സ് ആയിട്ട് നമ്മൾ വെക്കുന്നത് ഹൈ. അപ്പോൾ ഇതായിരുന്നു എന്താണ് പ്രീവിയസ് ഹൈ, അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഹയർ ഹൈ എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു പ്രീവിയസ് ഹൈ, അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മാർക്ക് ചെയ്യുക. പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്നു, ഇതെന്തായി, പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് ഹയർ ലോ ആയി, എന്നിട്ട് ഇത് ഹയർ ഹൈ ഫോർമേഷൻ വരുന്നു, പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു, അപ്പോൾ ഇത് ഹയർ ലോ ആയി, കൺഫർമേഷൻ. പിന്നെ അഗെയിൻ ഒരു പ്രീവിയസ് ഹൈ ഇതാണ്, അപ്പോൾ ഇവിടെ ഹയർ ഹൈ ഇവിടെ വരുന്നു, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നു. ഓക്കെ, ഇത് ഹയർ ലോ, അഗെയിൻ ഇതർ ഹൈ എന്താണ്, ഇവിടെ ഹയർ ഹൈ ഫോർമേഷൻ വരികയാണ്. ഇവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത്, ഒരു പ്രീവിയസ് ഹൈലോ ഹയർ ലോ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ചോച്ച്, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് സംഭവിച്ചിരിക്കുന്നത്, ചോച്ച് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ എന്താണ്, നമ്മൾ ലോ അല്ലേ, ആ ഒരു ലോ ഫോർമേഷൻ വരുന്നു. അവിടുന്ന് നെക്സ്റ്റ് ഒരു ലോവർ ഹൈ, ഇവിടുന്ന് പിന്നെന്താണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു. ഓക്കെ, അപ്പോൾ അത് ലോവർ ലോ കൺഫേം ആവുന്നു, അഗെയിൻ ഒരു ലോവർ ലോ ഫോർമേഷൻ വരുന്നു, പിന്നെ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അഗെയിൻ ഒരു ലോവർ ഹൈ കൺഫേം ആയി, പിന്നെ ഇതിനെ ലോവർ ലോയും കൺസെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ചാർട്ടിൽ നിങ്ങൾ തന്നെ ഡ്രോയിങ് ചെയ്ത് വായിക്കുക, കാരണം വെറുതെ എക്സ്ട്രാ സമയമെടുത്ത് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് എക്സ്ട്രാ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഇത് എന്താണ് ലൈവ് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് മാർക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണ്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണ്, ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ. ഓക്കെ, ട്രെൻഡ് കണ്ടിന്യൂഷനും നേരെ മറിച്ച് ചോച്ച് എന്താണ്, ഒരു ട്രെൻഡ് ചേഞ്ചും അല്ലേ, ട്രെൻഡ് ചേഞ്ചുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് സ്ട്രക്ചർ മാപ്പിങ്ങിൽ നമ്മൾ കൺസെപ്റ്റ് ചോച്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോച്ച് എന്താണ്, ചോച്ചിൻ്റെ വാലിഡിറ്റി അല്ലേ, ചോച്ച് ആവാനുള്ള വാലിഡ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാറ്റേൺ ഡ്രോ ചെയ്യാം. അതായത് ഒരു അപ് ട്രെൻഡിങ് മാർക്കറ്റ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു, അഗെയിൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ. അപ്പോൾ ഇത് ഹയർ ലോ ആയി, ഇവിടെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അപ്പോൾ ഇതും ഹയർ ലോ ആയി. ഇവിടുത്തെ പീക്ക് ഹയർ ഹൈ, ഇവിടുത്തെ പീക്ക് ഹയർ ഹൈ. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം, അതായത് ഫസ്റ്റ് പോയിൻ്റാണ് മൈൻഡിൽ വെക്കേണ്ട ഫസ്റ്റ് പോയിൻ്റ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം വരുന്ന ഫസ്റ്റ് ഹൈയുടെ ലെഫ്റ്റ്, അതായത് ഇതാണ് പോയിൻ്റ്. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ.
ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന ശേഷം ഫസ്റ്റ് ലെഫ്റ്റിൻ്റെ ലോ. ഓക്കെ, ഫസ്റ്റ് ലെഫ്റ്റിൻ്റെ ലോ, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ലോ. ഓക്കെ, ഇതാണ് പോയിൻ്റ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതിനുശേഷം അതിൻ്റെ ഹൈ ഫോർമേഷൻ ഉണ്ടാവും, ഹയർ ഹൈ ഫോർമേഷൻ. അപ്പോൾ ഈ ഹയർ ഹൈ ഫോർമേഷൻ്റെ ലെഫ്റ്റ് അതായത് അതിൻ്റെ ഹയർ ലോ ആയിരിക്കും ഇതിൻ്റെ ചോച്ച്. ഓക്കെ, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നു. ഇൻ കേസ് അതായത് ഇതാണ് സിറ്റുവേഷൻ എന്ന് വെച്ചോ, ഇൻ കേസ് ഇൻ ദിസ് ക്രൈറ്റീരിയ സിനാരിയോയിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ഓക്കെ, പിന്നത്തെ ചോച്ച് ഇവിടെയാണ് അല്ലേ, അതായത് ഹയർ ഹൈ ഫോം ചെയ്യുന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് അതിൻ്റെ ഹയർ ഹൈ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റുള്ള പോയിൻ്റ്, അത് ലെഫ്റ്റ് ലോയർ സ്വിങ് പോയിൻ്റ് വിൽ കൺസിഡർ ആസ് എ ചോച്ച് പോയിൻ്റ്. അപ്പോൾ ഇതാണ് ഹയർ ഹൈ, അല്ലാതെ ഇതല്ല. അപ്പോൾ ഈ പോയിൻറ്റിനെ കൺസിഡർ ചെയ്യില്ല, ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. കാരണം ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നേ ഇല്ല അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂള്. ആഫ്റ്റർ ദി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ the point higher low of the immediate swing will be act as choch. ഓക്കെ, ഈ സ്ട്രക്ചർ മാപ്പിൽ നമ്മൾ ഈ റൂൾസ് ഫോർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചോച്ചുമാണ് നോക്കുന്നത്. ക്യാരക്ടർ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലും ആണ് അടുത്ത റൂൾസ് നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഒരു റൂളാണ്, അതായത് രണ്ടാമത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ റൂളും ചോച്ചിൻ്റെ ഫസ്റ്റ് റൂളും. ഓക്കെ, ചോച്ചിൽ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഇൻ കേസ് കാൻഡിൽ ഫോം ചെയ്യുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇതാണ് ചോച്ച്. ഓക്കെ, ചോച്ച് പോയിൻ്റ്, കാരണം ഇതാണ് ഹയർ ലോ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഹയർ ഹൈ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആവും. അപ്പോൾ ക്യാൻഡിൽ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്തെന്ന് വെച്ചോ, ഇനി ഇതായിരിക്കില്ല ചോച്ച് പോയിൻ്റ്, ഇനി ഇതിൻ്റെ ബിലോ പോയാലേ ചോച്ചായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇങ്ങനെ മാർക്കറ്റ് വന്ന് ക്ലോസ് ആയാൽ മാത്രമേ, ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ആയാൽ മാത്രമേ ഇതിനെ ചോച്ചായിട്ട് കൺസിഡർ ചെയ്യൂ. ഓക്കെ, അതർവൈസ് ഇങ്ങനെ ഈ പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഇനി കാര്യമില്ല, കാരണം ഒരു ഹയർ ലോ ഫോം ചെയ്തു ക്യാൻഡിലോട്. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇൻ കേസ് ചേഞ്ച് ഓഫ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ കേസ് നോക്കാം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹയർ ലോ, ഇനി ഇതാണ് ഹയർ ഹൈ, ഈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇനി വരുന്ന ഇങ്ങനെ വരുന്നു, ഒരു ക്യാൻഡിൽ ഹൈ പോയി ക്ലോസ് ആയിട്ടില്ല, ഇങ്ങനെയാണ് ക്യാൻഡിൽ ഫോം വെച്ചത് നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ ഇനി ഈ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യൂ. ഇപ്പോൾ ഇനി ഇതാണ് ഹൈ, അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ആവുള്ളൂ. അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് എബവ് ദിസ് വിക്ക്, അപ്പോഴാണ് ഇതിനെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ക്യാൻഡിൽ ക്ലോസ് ഷുഡ് ബി ഹയർ ദെൻ പ്രീവിയസ് ഹൈ. അതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ കേസ്, അല്ലെങ്കിൽ പ്രീവിയസ് ലോ. അതായത് അപ്പ് ട്രെൻഡിൽ ഇങ്ങനെ, ഡൗൺ ട്രെൻഡിലാണെങ്കിലും സെയിം. ഇൻ കേസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരികയാണ്, ഇവിടുത്തെ ക്യാൻഡിൽ ക്ലോസ് ഇങ്ങനെ ആയിരിക്കണം ക്യാൻഡിൽ ക്ലോസ്. അതല്ലാതെ ക്യാൻഡിൽ ക്ലോസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അതായത് ക്യാൻഡിലിൻ്റെ ക്ലോസ് എപ്പോഴും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഇൻ കേസ് അപ്പ് ട്രെൻഡിലാണെങ്കിൽ എബവ് ആയിരിക്കണം, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ലോ, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ഉണ്ടായിരിക്കണം. രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ടു റൂൾസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് പറഞ്ഞു, ചോച്ചിന് ഒരു റൂളും പറഞ്ഞു, അത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ഒരു റൂളും പറഞ്ഞു. നല്ലോണം മനസ്സിരുത്തി കാണുക, കാരണം ഇത് ചെറിയ കൺഫ്യൂഷൻസ് വരാം, പക്ഷെ വളരെ സിമ്പിളായ കൺസെപ്റ്റാണ്.
നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.